വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചില പദങ്ങൾ ചിലർക്കെങ്കിലും ഒരു പക്ഷേ കൺഫ്യൂഷൻ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഈ പേജിൽ കാണുന്ന ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്തു, ഓരോ പദങ്ങളായിട്ട് ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രം. ഈ 5 പദങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് ഈ 5 എണ്ണത്തിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക, അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റിലായിട്ട് ഒന്ന് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓത്തിൻ്റെ കമൻ്റായിട്ട് അറിയിച്ചാലും അറിയിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഓത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു ലെവൽ അറിയുന്ന ആളുകളെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവില്ല. സാധാരണക്കാരായ ചില ആൾക്ക് ഓതാൻ താല്പര്യം ഉള്ള ഒരുപാട് ആളുകളുണ്ട്, സാധാരണക്കാരായ മുതിർന്ന ആളുകൾ, അവർക്കൊക്കെ ഒരു സഹായകരമാകുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ്. അപ്പം ആദ്യം ഒന്ന് ഈ 5 പദങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഓതി നോക്കുക. എന്നിട്ട് ശരിയാണോ ഇല്ലയോ ഒന്ന് പരിശോധിക്കുക. മൊത്തം 12 വാക്കുകളാണുള്ളത്. ഈ 12 വാക്കുകളും ശരിയാണോ, 12ൽ എത്ര മാർക്ക് നമുക്ക് കിട്ടി ഒന്ന് നമ്മളൊന്ന് വിലയിരുത്തുക ഇൻഷാ അല്ലാഹ്. ഈ തുടക്കത്തിലുള്ള ഈ ഒരു പദം ഒന്ന് വായിച്ചു നോക്കിയല്ലോ അല്ലേ? ഇത് കൂട്ടി വായിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലദിസ്തൻസറ. ബാക്കി ഇങ്ങനെ കൂട്ടിപ്പോവും. അല്ലദിസ്തൻസറ. ഇവിടെ അല്ലദീ എന്നാണുള്ളത്. ശേഷമുള്ളത് ഒരു വസ്ലിൻ്റെ ഹംസയാണ്. വസ്ലിൻ്റെ ഹംസ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. അപ്പോൾ അത് നമ്മൾ പരിഗണിക്കേണ്ട. ഉച്ചരിക്കുമ്പോൾ ചേർത്തി വായിക്കുമ്പോൾ അപ്പോൾ അത് നോക്കണ്ട. പിന്നെയുള്ളത് സീനാണ് അല്ലേ? സീനിന് സുക്കൂനാണ്. അപ്പോൾ അല്ലദീസ് എന്നാണുള്ളത്. അല്ലദീസ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദോ വന്നാൽ നീട്ടുകയില്ല. അല്ലദീ എന്ന് വന്നു, ശേഷമുള്ളത് സുക്കൂനാണ്. അപ്പോൾ അവിടെ നീട്ടൂല. അല്ലദീ എന്ന് പറയില്ല. അല്ലദിസ്തൻസറ. ശരിയാണോ? അടുത്ത വാക്ക് ഓതി നോക്കിയാൽ നമുക്ക് അറിയുന്നതാണ്. ഇഹ്ദാഹുമ. ഇഹ്ദാഹുമ. ഇവിടെ ദാലിന് ശേഷമുള്ളത് അതെന്താണ് എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതുപോലെയുള്ള ചില സ്ഥലങ്ങളിൽ ചില വാക്കുകളൊക്കെ നമുക്ക് ഓതി പരിചയമുണ്ടായത് കൊണ്ട് അതിങ്ങനെ ചിലതിങ്ങനെ ശരിയായി പോകും. പക്ഷെ ചില സ്ഥലങ്ങളിൽ അതെത്തുമ്പോൾ ചിലപ്പോൾ അറിയാതെ നമ്മൾ പിഴവുകളൊക്കെ ഓതി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ദാലിന് ശേഷമുള്ളത് അത് അലിഫാണ്. അവിടെ മറ്റൊന്നുമല്ല, വേറെ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ദ എന്ന് ഒരു ചെറിയൊരു നിലക്ക് സാധാരണ അലിഫ് എങ്ങനെ വന്നാൽ അവിടെ ചെറിയ ഒരു അലിഫ് വന്നതുകൊണ്ട് മാത്രമല്ല, അതിന് താഴെ എന്തുണ്ട്, ഒരു യാ പോലത്തെ അല്ലെങ്കിൽ ബാ പോലത്തെ ഒരു എന്തുണ്ട്, ഒരു അക്ഷരം അവിടെ ചിഹ്നമുണ്ട്. അപ്പോൾ ആ ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ചെറിയൊരു അലിഫ് കണ്ടാൽ നമുക്കറിയാം നീട്ടാനുള്ളതാണ്. ഈ താഴെയുള്ളത് കാണുമ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വരാം. അപ്പോൾ അത് അലിഫിന് പകരം വന്ന ഒരു അക്ഷരമാണ്. അപ്പോൾ അത് അലിഫ് തന്നെയാണ്. ഇഹ്ദാഹുമ. ഇഹ് ഹ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വാക്ക് ഒന്ന് നമ്മളൊക്കെ ഓതി നോക്കിയല്ലേ അല്ലേ? ശരി തന്നെയല്ലേ എന്ന് നോക്കുക. അർയതീനി. അവിടെ ഒരു നൂന് കിസറാക്കപ്പെട്ട നൂന് കൊണ്ടണം. കാരണം തെൻവീനിന് ശേഷം അർയത്തിൻ എന്നത് തെൻവീൻ വന്നു. തെൻവീനെ ഡബിള് 2 കസർ താഴെ കണ്ടില്ലേ, തായിനെ. ശേഷമുള്ളത് ഹംസത്തുൽ വസ്ലാണ്. നേരത്തെ പറഞ്ഞു ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അറിയത്തിൻ എന്ന തെൻവീന് അല്ലേ? അവിടെ തെൻവീന് വന്നതിന് ശേഷമുള്ളത് ഹംസത്തുൽ വസ്ൽ ഒഴിവാക്കുമ്പോൾ സീനാണ്. സീന് സുക്കൂനാണ്. അപ്പോൾ അത് കൂട്ടി വായിക്കാൻ പ്രയാസം ഉണ്ടാവും അല്ലേ? അപ്പം ഇങ്ങനെ അവിടെ ഒരു നൂന് കൊണ്ടുവരികയും ആ കറിയത്തിൻ തിൻ തീന് തിൻ അതാണ് അല്ലേ? ഒരു നൂന് അവിടെ ഉച്ചാരണത്തിലുണ്ട്. ആ നൂന് കെസർ കൊടുത്തുകൊണ്ടാണ് പറയണത്. കറിയ ഇതുപോലെയുള്ള ഹംസത്തുൽ വസ്ൽ വരുന്ന പദങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തെൻവീന് വന്നതിന് ശേഷം എന്ത് ചെയ്യും, ഹംസത്തുൽ വസ്ല് സുക്കൂന് ഇങ്ങനെയുള്ള ഈ പദങ്ങളിൽ ഇതുപോലെയുള്ള പദങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ
അവിടെ ഒരു നൂന് കൊടുക്കുക. ഖറിയത്തിൻ ഇസ്തത്അമ, ഖറിയത്തിൻ ഇസ്തത്അമ. ബാക്കി എന്ത് ചെയ്യുക? കൂട്ടി വായിക്കുക. അടുത്ത് ആ അവസാനത്തെ ഒരു അക്ഷരം യാ ആണ്. യാൻ്റെ കൂടെ ഒരു അക്ഷരം കൂടിയുണ്ട്, ഒരു ചിഹ്നമുണ്ട്. അതെന്താണ്? നീട്ടാനുള്ളതാണ്. യാന് കസ്ർ പോരാ, അതിന് കൂടെയുള്ള ആ ചെറിയൊരു ചിഹ്നം അത് നീട്ടാനുള്ള അക്ഷരമാണ്. യാന് കസ്ർ നീട്ടെങ്കിൽ ഈ എന്ന് പറയാം. നീട്ടാനുള്ള ചിഹ്നമാണ്, നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ജസ്റ്റ് പറഞ്ഞു മാത്രം. ഇനി അടുത്ത പദങ്ങൾ, നമ്മുടെ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയതാണ്. ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് കൂട്ടി വായിക്കേണ്ടത്? ഒന്നാമത്തെ അക്ഷരം ഓ ആണ്, രണ്ടാമത്തെ അക്ഷരം സീനാണ്, മൂന്നാമത്തെ അക്ഷരം മീമാണ്. ഓ എന്ന് പറയണ്ട പോ അല്ലേ? ഇങ്ങനെയുള്ള ഹ എന്ന് പറയണ്ട ഹ. ഹമീം. യാ എന്ന് പറയണ്ട, എന്ന് വരുന്ന ആ അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യുക? യാ എന്ന് പറഞ്ഞാൽ മതി, ഒരു നീട്ടല്. യാ പോ സീം മീം. പോ മതി, പോ. പിന്നെയുള്ളത് സീനാണ്, മീമാണ്. മീമിൻ്റെ മുകളിൽ, സീനിൻ്റെ മുകളിൽ മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. ഇത് മദ് ലാസിമാണ്. 3 പിന്നെ അലിഫിൻ്റെ ഖദർ നീട്ടൽ അഥവാ 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്, ലാസിമാണ്. മദ് ലാസിമാണ് നൃത്തം. അപ്പം എന്ത് ചെയ്യുക? അത് നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നിർബന്ധമായിട്ടും നീട്ടിയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനെന്ത് ചെയ്യണ്ട? ബാക്കിയുള്ളതൊക്കെ അതുപോലെ അക്ഷരങ്ങൾ അതുപോലെ പറയാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇഖ്ഫാ, ഇൽഹാർ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സീയൻ എന്ന് പറഞ്ഞാൽ സീയൻ അവസാനം നൂനാണ്, നൂന് സുക്കൂനാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം പിന്നെയുള്ളത് മീമാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം മീം വന്നത് നൂനിനെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. സീയൻ എന്ന് പറയേണ്ട, നൂന് മീമിലേക്ക് കൊടുത്തു, മീം മണിച്ചുകൊണ്ട് പറയുകയും ചെയ്യാം. സീം മീം ഖാസീം മീം യാസീൻ. അവിടെ നീട്ടി അല്ലേ? അവസാനം നൂനാണ്, വേറെ അതിന് ശേഷം പിന്നൊന്നുമില്ല. അപ്പോൾ അവിടെ നിർത്തിയിട്ടാണ് പിന്നെ അടുത്ത് പറയേണ്ടത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. നമ്മളൊക്കെ ഓതിയതാണ്. ഓതിയിട്ട് നമുക്ക് എത്ര മാർക്കുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് വിലയിരുത്താം. നമ്മൾ വിലയിരുത്തുന്നത് നമ്മളെ ഓത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഓത്തുകളിലൊക്കെ അത് കൊണ്ടുവരണം. ഈ ഒരു പദം ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ ഓതിയത് ശരി തന്നെയല്ലേ? തനാബസു ബിൽ ബി കഴിഞ്ഞിട്ട് ഒരു ഹംസത്തുൽ വസ്ലാണ്, കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കൂല. തനാബസു ബിൽ അൽഖാബി ബിഅസ. ബിഅസ എങ്ങനെ വായിച്ചത് ശരി തന്നെയാണോ അല്ലേ? ബിഅസലിസ്മുൽ ഫുസൂഖ്. ബിഅസലിസ് ആ വാക്യം എന്താണ്? ബിഅസലിസ്മുൽ ഫുസൂഖ്. തനാബസു ബിൽ അൽഖാബി ബിഅസലി. ബിഅസലിസ്മു, ബിഅസൽ എന്ന് പറയരുത്. ബിഅസലിസ്മുൽ ഫുസൂഖ്. ഇവിടെ വാക്യം നീതില്ല കൊടുത്തിട്ടില്ല. വാക്യം എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ഓതിപ്പോവാം. തനാബസു ബിൽ അൽഖാബ്. അവിടെ നിർത്തി. ഈ വാക്യം എടുത്തോതാണെങ്കിൽ എടുത്തോതാ, ഇനി ശേഷമുള്ള ഓതിയാലും. ബിഅസലിസ്മുൽ ബിഅസലിസ് ലിസ് ലീ കഴിഞ്ഞിട്ട് ഹംസത്തുൽ വസ്ലാണ്, അപ്പോൾ അത് ഉച്ചരിക്കൂല. ബിഅസലിസ്മുൽ ഫുസൂഖ്. അടുത്ത് നേരത്തെ പറഞ്ഞു നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ്ദോ സുക്കൂനോ വന്നാൽ നീട്ടുകയില്ല. ഇത് എന്താണുള്ളത്? പിന്നെയുള്ളത് പിന്നെ ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കൂല. ലാമാണ്, ലാമിന് സുക്കൂൻ ഇല്ല, അപ്പോൾ പിന്നെ രണ്ടും ഒഴിവായി. പിന്നെ ഉള്ളത് ഷീനാണ്, ഷീന് ഷദ്ദാണ് അല്ലേ?
നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദോ സുക്കൂന വന്നാൽ പിന്നെ നീട്ടൂല. ഇദശംസു കുവ്വിറത്. അടുത്ത് അല്ലേ വമാ എന്നാണുള്ളത്. കൂട്ടി വായിക്കുമ്പോൾ വമാ അലിഫ് ഹംസത്തുൽ വസിൽ വന്നു, ഒഴിവാക്കി. ഖാഇന് സുക്കൂനാണ്. അപ്പം എന്ത് ചെയ്യണം? സുക്കൂൻ വന്നാൽ നീട്ടൂല. വമഹ് ഹംസത്തുൽ വസിൽ ഏതായാലും ഒഴിവാക്കി. വമഖ്തലഫ്തും ഫീഹി. നെക്സ്റ്റ് അല്ലേ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം പിന്നെ സുക്കൂന വന്ന് വഇദൽ വുഹൂഷ്. നെക്സ്റ്റ് ഓതി ശരി തന്നെയാണോ? വഅബ്സിർ എന്നാണ് ഓതിയത്, ശരിയാവില്ല. റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർത്തീഖ് ചെയ്യണം. റാഇൻ്റെ നിയമങ്ങളൊക്കെ നമ്മുടെ വിശദമായിട്ട് നമ്മുടെ ചാനലിൽ പിന്നെ ഖത്മുൽ ഖുർആൻ തുടക്കം മുതൽ സാധാരണക്കാരായ ആളുകൾക്ക് ഓത്ത് പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യുക. ക്ലാസ് ലഭിക്കാൻ നമ്മുടെ താഴെയുള്ള നമ്പറിലൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. പിന്നെ നമുക്ക് ഖത്മ് തീർക്കുകയും ചെയ്യാം. മനോഹരമായിട്ട് നമ്മൾക്കൊണ്ടാവുന്ന രൂപത്തിൽ ഖത്മ് തീർക്കുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. വഅബ്സിർ എന്ന് വഅബ്സിർ റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർഖീഖ് ചെയ്യണം. വായ നിറച്ച് പറയരുത്, ലഘുവാക്കി കനം കുറച്ച് പറയാം. വഅബ്സിർ ഫസൗഫ്. അടുത്തേ വഅസ്ഹാബുൽ ഐക. അവിടെ അലിഫ് ഇല്ല, ലാമിന് സുക്കൂനാണുള്ളത്. ഹംസത്തുൽ വസിൽ ഇല്ല, ലാമിന് സുക്കൂനാണ്. കൂട്ടി വയ്ക്കണം. വഅസ്ഹാബുൽ ഐക. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ റാഇന് സുക്കൂനാണ്, മുമ്പ് കസറുണ്ട്. വഫിർ എന്ന് പറയുന്നത് വഫിർഔൻ. ശേഷമുള്ളത് വാവാണ്, നീട്ടാനുള്ള അക്ഷരം വന്നു. ശേഷമുള്ളത് ഹംസത്തുൽ വസ്ൽ ഒഴിവാക്കി, ലാമിന് സുക്കൂനാണ്. ദുൽ എന്ന് പറയുന്നത് ദുൽ. വഫിർഔനു ദുൽ ഔതാദ്. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിലയിരുത്തുക. കഴിവിൻ്റെ പരമാവധി മനോഹരമായിട്ട് പാരായണം ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇത് പിന്നെ നമ്മൾ വിഷയം പറഞ്ഞ വിഷയങ്ങൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകരിക്കുമെങ്കിൽ കൂട്ടുകാർക്ക് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക. അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ പിന്നെ നാഫിയായ ഇൽമ് അല്ലാഹു തആല വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓതുന്ന വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമ്മളൊക്കെ കുട്ടികളൊക്കെ ഓതിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മളേതായാലും നമ്മുടെ മക്കൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നവരാണ്. അതിന് പുറമെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ഇരുത്തി പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റിയ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ഫലം വേറെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല നാഫിയായ ഇൽമ് നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.